മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ സ്മൃതി ഇറാനിക്ക് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സ്മൃതി ഇറാനിക്കെതിരെ മോശം ഭാഷ പ്രയോഗിക്കുന്നത് നിർത്തണമെന്നും ആളുകളെ അപമാനിക്കുന്നത് ദൗർബല്യത്തിന്റെ അടയാളമാണെന്നും രാഹുൽ പറഞ്ഞു. എക്സിലാണ് കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം. ജയവും പരാജയവും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ശ്രീമതി സ്മൃതി ഇറാനിക്കോ മറ്റാർക്കു നേരെയോ അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിക്കുന്നതും അശ്ലീലം പറയുന്നതും നിർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജനങ്ങളെ നാണം കെടുത്തുന്നതും അപമാനിക്കുന്നതും ശക്തിയല്ല, ദൗർബല്യത്തിന്റെ അടയാളമാണ് എന്നാണ് രാഹുലിന്റെ കുറിപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോരിലാൽ ശർമ്മയോട് തോറ്റ സ്മൃതി ഇറാനി കഴിഞ്ഞ ദിവസം തന്റെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞിരുന്നു. 10 വർഷമായി താമസിച്ച ഡൽഹി തുഗ്ലക് റോഡിലെ 28-ാം നമ്പർ വസതിയാണ് തോൽവിയോടെ സ്മൃതി ഒഴിയുന്നത്. അതിനു മുൻപിൽ എഴുതിയ സ്മൃതി ഇറാനി MP എന്ന ബോർഡും ചരിത്രത്തിലേക്ക് മാഞ്ഞു. 2014-ൽ രാജ്യസഭാംഗമായാണ് സ്മൃതി ഇറാനി തുഗ്ലക് റോഡിലെ വസതിയിലെത്തുന്നത്. 2019-ൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ അട്ടിമറിച്ച് ഈ വീട്ടിൽ അവർ താമസമുറപ്പിച്ചു. 5 വർഷത്തിനു ശേഷം നെഹ്റു കുടുംബത്തിലെ അടുപ്പക്കാരൻ KL ശർമ്മയോട് 1.5 ലക്ഷം വോട്ടിന് തോറ്റാണ് ഡൽഹിയിൽ നിന്നുള്ള അവരുടെ മടക്കം. രാഹുലിനെ അപഹസിക്കാനും പരിഹസിക്കാനും മുമ്പിൽ നിന്ന ബി.ജെ.പി. നേതാവായിരുന്നു സ്മൃതി ഇറാനി. രാഹുൽ ഗാന്ധി ദേശവിരുദ്ധനും സനാതന വിരുദ്ധനുമാണ്. അമേഠി വിട്ട് റായ്ബറേലിയിൽ മത്സരിച്ചത് പേടി കൊണ്ടാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയോടെയാണ് വയനാട്ടിൽ മത്സരിക്കുന്നത്. ഇങ്ങനെ പോകുന്നു സ്മൃതി രാഹുലിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ അമേഠിയിൽ സ്മൃതി ഇറാനിയെ നേരിടുമെന്ന് വ്യാപകമായ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അമ്മ സോണിയാഗാന്ധിക്ക് പകരം സഹോദരി പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രിയങ്ക മത്സരിക്കാൻ വിമുഖത പ്രകടിപ്പിച്ചതോടെ രാഹുൽ റായ്ബറേലി തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇതോടെ കിഷോരിലാൽ ശർമ്മയ്ക്ക് അമേഠിയിൽ നടുക്കു വീഴുകയും ചെയ്തു. 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഗാന്ധി കുടുംബത്തിലെ അംഗമല്ലാത്ത ഒരാൾ അമേഠിയിൽ മത്സരിച്ചത്. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണങ്ങൾക്കിടയിൽ അപ്രതീക്ഷിതമായാണ് കിഷോരിലാൽ ശർമ്മയ്ക്ക് അമേഠിയിൽ ടിക്കറ്റ് ലഭിക്കുന്നത്. എന്നാൽ കിഷോരിലാലിനെ നിസ്സാരനായി കാണുകയും വ്യക്തിപരമായി കടന്നാക്രമിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ബി.ജെ.പി. പ്രചാരണത്തിലുടനീളം സ്വീകരിച്ചത്. ഗാന്ധി കുടുംബത്തിന്റെ പ്യൂണെന്നും ഗുമസ്തനെന്നും വിളിച്ചായിരുന്നു ബി.ജെ.പിയുടെ പരിഹാസം. പക്ഷേ കിഷോരിലാലിനെ പുഷ്പം പോലെ തോൽപ്പിക്കാമെന്ന സ്മൃതിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും പിഴക്കുന്നതാണ് പിന്നീട് കണ്ടത്. 2019-ൽ 55,000 വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചതിൽ സ്മൃതി ഇറാനിയോടുള്ള മധുര പ്രതികാരം കൂടിയായിരുന്നു കിഷോരിലാലിന്റെ ജയം. 1,67,196 വോട്ടിന്റെ ലീഡിനാണ് സ്മൃതി ഇറാനിയെ അദ്ദേഹം തോൽപ്പിച്ചത്. പതിറ്റാണ്ടുകളായി സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയ പാർട്ടി നേതാക്കൾ വിജയകരമായി മത്സരിച്ച അമേഠി കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്നു. 2019-ൽ രാഹുലിനെതിരെ സ്മൃതി ഇറാനി വിജയിക്കുന്നതുവരെ ഈ സീറ്റ് ഗാന്ധി കുടുംബത്തിന്റെ കോട്ട എന്നാണ് അറിയപ്പെട്ടത്. രാഹുലിന്റെ പിതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധിയുടെയും മണ്ഡലമായിരുന്നു ഇത്. 1981 മുതൽ മരിക്കുന്ന 1991 വരെ രാജീവ് ഗാന്ധി പ്രതിനിധീകരിച്ചിരുന്നത് അമേഠിയായിരുന്നു. 1999 മുതൽ സോണിയ അമേഠിയെ പ്രതിനിധീകരിച്ചു. പിന്നീട് 2004-ൽ രാഹുലിന് കൈമാറി. എന്നാൽ 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ പരാജയപ്പെട്ടത് കോൺഗ്രസിനേറ്റ കനത്ത പ്രഹരമായിരുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കേറ്റ ഏറ്റവും വലിയ ആഘാതങ്ങളിലൊന്നായിരുന്നു അമേഠിയിലെ തോൽവി. പരാജയത്തോടെ പഴയ വാക്കുകൾ തിരിച്ചടിച്ചു. പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർ സ്മൃതിക്കെതിരെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപം നടത്തുകയും ചെയ്തു. ഈ വേളയിലാണ് രാഹുൽ സ്മൃതിക്ക് ഐക്യദാർഢ്യം അറിയിച്ച് ട്വീറ്റ് ചെയ്യുന്നത്. അതേസമയം തോറ്റെങ്കിലും സ്മൃതിയെ രാജ്യസഭ വഴി മന്ത്രിസഭയിൽ എടുത്തേക്കുമെന്ന പ്രതീക്ഷയും ഫലം കണ്ടില്ല. തങ്ങളുടെ പ്രധാന വനിതാ മുഖമായി ബി.ജെ.പി. ഉയർത്തിക്കാട്ടുന്ന സ്മൃതിയെ നരേന്ദ്രമോദിയുടെ 3ാം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. സ്മൃതി ഇറാനിക്ക് പകരം 3ാം മോദി മന്ത്രിസഭയിൽ ജാർഖണ്ഡിൽ നിന്നുള്ള ബി.ജെ.പിയുടെ പിന്നാക്ക നേതാവ് അന്നപൂർണ ദേവിയെയാണ് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി സ്ഥാനത്ത് പരിഗണിച്ചത്.